UDFിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതമായ മണ്ഡലമാണ് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി നിയമസഭാ മണ്ഡലം. എന്നാൽ കൊടുവള്ളിയുടെ മണ്ണിൽ UDFിനെ വിറപ്പിച്ച ചരിത്രവുമുണ്ട് LDFിന്. 2006-ലും 2016-ലും ഉണ്ടായ അട്ടിമറി വിജയം പ്രതീക്ഷിച്ചാണ് LDF 2026-ൽ ഇവിടെ പോരിനിറങ്ങുന്നത്. MM രാഗേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സ്വർണ്ണ വ്യാപാരത്തിലൂടെ പേരുകേട്ട കൊടുവള്ളി രാഷ്ട്രീയമായി ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലം എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. 1957 മുതൽ 2001 വരെ UDFിന്റെ അപ്രമാദിത്യമുള്ള മണ്ഡലം 2006-ലാണ് ആദ്യമായി കൈവിടുന്നത്. മുസ്ലിം ലീഗിൽ നിന്നെത്തിയ PTA റഹീമിനെ സ്വതന്ത്രനായി മുന്നിൽ നിർത്തി LDF നടത്തിയ തന്ത്രപരമായ നീക്കത്തിൽ UDFിന് കാലിടറി. 7500-ലധികം വോട്ടുകൾക്കാണ് K മുരളീധരനെ PTA റഹീം അടിയറവ് പറയിപ്പിച്ചത്. പക്ഷേ 2011-ൽ VM ഉമ്മറിലൂടെ 16552 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വീണ്ടും UDF മണ്ഡലം തിരിച്ചുപിടിച്ചു. 2016 എത്തിയപ്പോൾ വീണ്ടും മണ്ഡലത്തിൽ LDFിന്റെ ചെക്ക്. 2006-ന്റെ തനിയാവർത്തനം. ലീഗിൽ നിന്നും സ്വതന്ത്രനായി കൊണ്ടുവന്ന കാരാട്ട് റസാക്കിലൂടെ MA റസാക്കിനെതിരെ 573 വോട്ടുകൾക്ക് LDFിന് ജയം. ഇത്തവണ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന നേതാവ് PK ഫിറോസാണ് സ്ഥാനാർത്ഥി എന്നത് UDF ക്യാമ്പിന് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. എൻ്റെ ഒരു നാട് തന്നെയാണ്. ഞാൻ പഠിച്ചു വളർന്നൊരു പ്രദേശമാണ്. ആ പ്രദേശത്തൊരു ജനപ്രതിനിധിയാവാൻ അവസരം കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പാർട്ടിയുടെ ഒരുപാട് മുതിർന്ന നേതാക്കന്മാർ, വളരെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാർ ജനപ്രതിയായിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അഹമ്മദ് സാഹിബ് മുതൽ ഏറ്റവും ഒടുവിൽ ഡോക്ടർ MK മുനീർ വരെയുള്ള ഒരു നിര പരിശോധിച്ചാൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ. അപ്പോൾ അവരുടെ ഒരു പിന്മുറക്കാരൻ എന്ന രീതിയിലൊരു യുവ ജനപ്രതിനിധിയായി പാർട്ടി മത്സരിക്കാൻ അവസരം നൽകുക എന്ന് പറയുന്നത് വ്യക്തിപരമായി വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. UDF ക്യാമ്പിലെ നീക്കങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ച CPM വീണ്ടും സ്വതന്ത്രനെയാണ് അവതരിപ്പിക്കുന്നത്. സീറ്റ് അധികം ചോദിച്ച RJDയിൽ നിന്നുമുള്ള നേതാവ് സലീം മടവൂരാണ് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി. കാന്തപുരം വിഭാഗത്തിന്റെ പിന്തുണയും നാട്ടുകാരൻ എന്ന പരിഗണനയും തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് LDF ക്യാമ്പ്. 20 വർഷത്തിൻ്റെ ഇടയ്ക്ക് എന്നെ ഒരാവശ്യത്തിന് പാതിരാത്രി വിളിച്ചിട്ട്, രാത്രി 10 മണിക്കും രാവിലെ 6 മണിക്കും പകലുണ്ടാവും കേട്ടോ, ആ സമയത്ത് എന്നെ മൊബൈൽ ഫോൺ വിളിച്ചിട്ട് ഞാൻ എടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയോ സൈലൻ്റ് ആക്കി വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാ കോളും എടുത്തിട്ടുണ്ട്, ഞാൻ ഇടപെട്ടിട്ടുണ്ട്, പോകേണ്ടത് പോയിട്ടുണ്ട്, വിളിക്കേണ്ടത് വിളിച്ചിട്ടുണ്ട്, സഹായം എത്തിക്കേണ്ടത് എത്തിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരാളുടെ കോൾ മിസ്ഡ് കോൾ ആയി പോയി അല്ലെ ഞാൻ എടുക്കാതിരുന്ന ഒരാളുണ്ടെങ്കിൽ അത് പറയട്ടെ. അപ്പോൾ ഞാൻ പൂർണ്ണമായും ജനങ്ങളെ സേവിക്കാൻ സന്നദ്ധനാണ്. എൻ്റെ ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാൻ ജനങ്ങളുടെ കൂടെ ഉണ്ടാവും, അവരുടെ കൂടെ ഞാൻ പ്രവർത്തിക്കും. 2006-ലും 2016-ലും മുസ്ലിം ലീഗിൽ നിന്നുള്ള വിമതരെ മുന്നിൽ നിർത്തിയാണ് UDFിനെ LDF തോൽപ്പിച്ചത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MLA കാരാട്ട് റസാക്കിനെ 6344 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് MK മുനീർ പരാജയപ്പെടുത്തിയത്. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനവും UDFിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. 2006-ലും 2016-ലും LDF, 2026-ൽ കൊടുവള്ളി ആരെ പിന്തുണയ്ക്കുമെന്ന് കാത്തിരുന്ന് കാണാം. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.